ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. താങ്ക് യു ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ദാനമായി നൽകി. ഈ വെള്ളിയാഴ്ചയുടെ പകൽ ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടായിരുന്ന അനേകർ അവിടെ ഇവിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിപ്പാനിടയായി തീർന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 32ാമത്തെ ദിനം രാത്രി ആമേൻ ദൈവസന്നിധിയിൽ ആരോഗ്യത്തോടെ ബലത്തോടായിരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയ സർവകൃപാലുവായ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഭാരങ്ങളും വേദനകളും നിരാശകളും പ്രതിസന്ധികളും നിറഞ്ഞതായ ലോകത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ നമ്മെ പ്രാപ്തനാക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന നമ്മുടെ കർത്താവിന് അതരങ്ങൾ തുറന്ന് കരങ്ങളെ അടിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനാകട്ടെ. ഹല്ലേലൂയ. എല്ലാ തരങ്ങളും തുറന്ന് അല്പസമയം നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ. ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷങ്ങൾ നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം, ഹല്ലേലൂയ, സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാകയാൽ ഹല്ലേലൂയ ആ രക്തത്തിന്റെ കീഴിൽ ഹല്ലേലൂയ അഭയം പ്രാപിക്കുവാൻ, ആമേൻ, ആ രക്തത്തിലൂടെ ശുദ്ധീകരണം പ്രാപിക്കുവാൻ, ദൈവസഭയുടെ അംഗമായി മാറുവാൻ തക്കവണ്ണം കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങളടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. റിവലവശന്ധരേ അകുരാമനാദികൾ കേരേ കെലേസിയാരവാരവശന്ധരേ. ഹല്ലേലൂയ. റിഖാനാസി. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവരും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഭാരങ്ങളും വേദനകളും നിരാശകളും ആകുലതകളും നിറഞ്ഞതായ ലോകത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവർത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് പകലിൽ ഞങ്ങളോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി ഞങ്ങളെ നടത്തിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കുവാൻ അടിയന് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി വചനം ആമേൻ ശ്രവിക്കുവാൻ വിവിധ ഇടങ്ങളിൽ ആയിരിക്കുന്നവർ ആമേൻ ഈ ലൈവിലൂടെ ആമേൻ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ നന്ദിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായി ദുഃഖിതരായി ഭാരത്തോടെ വേദനയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് പകരുവാൻ ശക്തനായ ദൈവമാകയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ചില രോഗികൾ സൗഖ്യമാകുവാൻ, ചില പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ഭാവികൾ മനം തിരിയുവാൻ ഉതകുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഏത് പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും ഇന്ന് രാത്രി ലൈവിൽ പങ്കെടുക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പുത്തൻ അഭിഷേകത്താൽ പുത്തൻ കൃപാവരങ്ങളാൽ സ്വർഗം അവിടുന്ന് നിറയ്ക്കണമേ. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ചിരിച്ചോണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പാട്ടാണ് പാടുവാനായിട്ട് പോകുന്നത്. അറിയാവുന്നവർ ചേർന്ന് പാടി കരങ്ങളെ അടിച്ച് ആമേനായിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനിടയാകട്ടെ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു
കൺമുൻപിലെന്നാവൂർ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവൂർ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. എരികോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്മേലിപ്പോ സാരമില്ല. എരികോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്മേലിപ്പോ സാരമില്ല. ഒന്നിച്ചു അമ്മ വിശ്വാസത്തോടെ കാൽച്ചുവട്ടി അമ്മേ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ ചങ്ങാകുന്നു അമ്മേ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ ചങ്ങാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവൂർ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവൂർ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അഗ്നിതൻ നാളങ്ങൾ വെള്ളത്തിലോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അമ്മേ അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വന്നിടുവാൻ കർത്തനുണ്ട്. അമ്മേ കൂടെ വന്നിടുവാൻ കർത്തനുണ്ട്. വിശ്വാസത്താൽ എന്നെ രണ്ടാകുന്നു അമ്മേ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നെ ചെങ്കടൽ രണ്ടാകുന്നു. നാടുനാളായാലും നാട്ടം വാദിച്ചാലും കല്ലറാവാദിക്കൽ കൽവാരും അമ്മേ നാടുനാളായാലും നാട്ടം വാദിച്ചാലും കല്ലറാവാദിക്കൽ കൽവാരും അമ്മേ വിശ്വസിച്ചാൽ അകത്താനും അതാന്റെ പ്രവർത്തികൾ അതാന്റെ പ്രവർത്തികൾ ആരുന്നിരു അതേ കാണുന്നു കാണാൻ ഒരു എന്നെങ്കിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവൂർ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവൂർ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അവേ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. എരികോ മതിലുകൾ പോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഒപ്പം ചേർന്ന് ആരാധിക്കുന്നവരുടെ മുമ്പിൽ ഇന്ന് രാത്രി
ജീസസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ മതിലുകൾ ആമേൻ അമർന്നു പോകുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തൻ. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. 4 നാളായാലും നാറ്റം വമിച്ചാലും ഹല്ലേലൂയ, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചാലും തകിടം മറിഞ്ഞു പോയാലും ഹല്ലേലൂയ, തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായവൻ, ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയുമായവൻ ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കടിതൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ ഇന്ന് പകലിലും അവൻ മറച്ചെങ്കിൽ, അവൻ വഹിച്ചെങ്കിൽ ഹല്ലേലൂയ, ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. നമുക്കറിയാം മഴ ഭൂമിയിൽ പെയ്യുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ. ഭൂമിയിൽ നിന്ന് നീരാവിയായി ഉയർന്നു പോകുന്ന അതേ ജലം ബാഷ്പീകരണം സംഭവിച്ച് പ്രകൃതിയുടെ ചൂട് നിമിത്തം ആമേൻ, സൂര്യന്റെ ചൂട് നിമിത്തം ഭൂമിയിൽ തടാകത്തിൽ ആമേൻ അവിടെ ചതുപ്പ് നിലങ്ങളിൽ ആമേൻ കിടക്കുന്ന വെള്ളം നീരാവിയായി ഉയരങ്ങളിലേക്ക് പോയി ആമേൻ, അത് തണുത്ത് കട്ടിയായി, അത് മേഘങ്ങളായി, അത് വലിയ ശക്തമായ മഴയായി പെയ്തിറങ്ങുന്നത് പോലെ ആമേൻ കൃപയാൽ വിശ്വാസത്താൽ ജീവിക്കുവാൻ ആമേൻ അവസരം ലഭിച്ചവർ ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി ഉള്ള ഹൃദയത്തോടെ സ്തുതി സ്തോത്ര യാഗങ്ങൾ കരയറ്റി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ മഴയായി അത് തിരിച്ചു പെയ്യുവാൻ തക്കവണ്ണം ഇടയായും ഇന്ന് രാത്രി അല്പമെങ്കിലും ആമേൻ നന്ദിയുണ്ടെങ്കിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. അകത്തോട്ടെടുത്ത ശ്വാസം പുറത്തോട്ട് വിടുവാൻ നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റിയ, നീ കഴിച്ച ആഹാരം ദഹിച്ച് നിനക്ക് എനർജിയായി നീ ആഗ്രഹിച്ചിടത്തേക്ക് ഈ ശരീരം, നിന്റെ ശരീരം ആമേൻ എത്തുവാൻ നിന്റെ കാലുകൾക്ക് ബലം നൽകിയ, നീ കണ്ണുകൊണ്ട് കണ്ടതെടുക്കുവാൻ നിന്റെ കരങ്ങൾക്ക് ബലം നൽകിയ ആമേൻ, നീ ചിന്തിച്ച ആ ചിന്ത ആമേൻ നിന്റെ ശരീരത്തിന്റെ നാഡി ഞരമ്പുകളിലേക്ക് നിർദ്ദേശം കൊടുത്ത് അതത് സമയത്ത് അതിനെ ചലിപ്പിക്കുവാൻ പ്രാപ്തിയുള്ളവനായ സർവശക്തനായ ദൈവത്തിന്റെ ആ സാന്നിധ്യം ഇന്ന് പകലിലും ഈ സമയവും അനുഭവിക്കുന്ന ആരെങ്കിലും ഈ ലൈവിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആമേൻ. അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്ന് ഉയരും. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ ഇല്ലാതില്ല, പ്രതികൂലങ്ങൾ ഇല്ലാതില്ല. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായ ഈ ദുഷ്ടലോകത്തൊരു ഭക്തൻ അതിനകത്ത് തകർന്നു പോകുവാൻ ഇടയാകാതെ ചിറകൊടിഞ്ഞ ആമേൻ പക്ഷിയെ പോലെ ആമേൻ അതെ ആമേൻ പറക്കുവാൻ കഴിയാതെ ആമേൻ ശക്തിയില്ലാതാകാതെ തീരത്തക്ക വിധത്തിൽ ഉപേക്ഷിച്ച് കളയാതെ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ ദൈവം ഇന്ന് പകലിലും നിന്റെ കണ്ണുനീരിന് മറുപടിയായി അതേ നിനക്ക് വേണ്ടി ആമേൻ അത് എന്തെങ്കിലും ചെയ്തെങ്കിൽ ഹല്ലേലൂയ. എന്തെങ്കിലും എന്ന് പറയുമ്പോ ആമേൻ തലമുറകൾ, ആമേൻ കൂടപ്പറപ്പുകൾ, ജീവിത പങ്കാളികൾ, അതേ മാതാപിതാക്കൾ, ഉറ്റവർ, ഉടയവർ ഹല്ലേലൂയ, എണ്ണത്തിൽ ആരും കുറയാതെ കണ്ട് അതേ സ്വർഗത്തിലെ ദൈവം അവിടിവിടങ്ങളിലായിരുന്നു നിന്റെ കൂടപ്പറപ്പിനെ, നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറയെ, നിന്റെ ജീവിത പങ്കാളിയെ, നിന്റെ ഭാര്യ ഭർത്താവിനെ, ആമേൻ മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ അവിടിവിടങ്ങളായി സൂക്ഷിച്ചെങ്കിൽ അവന്റെ സൂക്ഷിപ്പോർച്ച, അവന്റെ കരുതലോർച്ച, അവന്റെ പരിപാലനമോർച്ച, അവന്റെ നടത്തിപ്പോർച്ച നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഭക്തൻ പറയുന്നത് ഇങ്ങനെയാ: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നുപോലും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ഹല്ലേലൂയ. ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ അത് മറന്നേക്കെന്ന്. ഹല്ലേലൂയ. ആരെങ്കിലും ഉപദ്രവിച്ചെങ്കിൽ അത് മറന്നേക്കെന്ന്. ഹല്ലേലൂയ. ആരെങ്കിലും വെല്ലുവിളിച്ചെങ്കിൽ അത് മറന്നേക്കെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വെല്ലുവിളിച്ചവരുടെ നടുവിലും ആമേൻ നിർത്തിയ ദൈവത്തിന്റെ കൃപ എത്രയോ വലിയതാ. ആമേൻ അത് അനുഭവിച്ചറിയുന്നവർ ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്ന മനുഷ്യൻ
ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഒരു ഭാഗ്യവാനായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഇന്ന് പകലിലും നിന്ദിക്കുന്നവരുടെ മുമ്പാകെ ആമേൻ അതെ ഉപേക്ഷിക്കാതെ കൈപിടിച്ചുയർത്തി നിർത്തിയ ദൈവത്തിന്റെ വിശ്വസ്തത രുചിച്ചറിയുവാൻ കൃപ ലഭിച്ചവർ ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ വചനചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ ആത്മാവ് നൽകിയ വചനം വായിച്ച് എത്ര വാദത്തിൽ ശുശ്രൂഷിച്ച് പ്രാർത്ഥിച്ച് കൂട്ടായ്മ ആമേൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അംഗമായിരിക്കുന്ന ആമേൻ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും അവരുടെ ഫാമിലികൾ അവരുടെ കുഞ്ഞുങ്ങൾ വിശേഷ സ്നേഹതീരം പ്രയർ ഫാമിലിയിലെ എല്ലാ കുടുംബങ്ങൾക്കും ഈ ശുശ്രൂഷയോട് ആമേൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആമേൻ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആമേൻ ആമേൻ ഈ ലൈവിലൂടെ കേൾക്കുന്ന വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന പ്രാർത്ഥനയിൽ പരസ്പരം വഹിക്കുന്ന ഓർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷ ഇന്ന് രാത്രി ഈ ലൈവിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി ആമേൻ സമയങ്ങൾ വേർതിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും പതിവ് പോലെ ഒരു ചോദ്യത്തോടു കൂടിയാ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളുടെ സാക്ഷികളാകുവാൻ കഴിയുമോ? എങ്ങനെ? നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളുടെ സാക്ഷികളാകുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ലോകം മുഴുവൻ അരുമനാഥന്റെ സാക്ഷ്യം വഹിക്കുവാനാ എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നതാ. എന്നാൽ ഇന്ന് രാത്രിയിലെ ചോദ്യം, നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളുടെ സാക്ഷികളാകുവാൻ ആമേൻ കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവിന്റെ ആമേൻ അതെ ശത്രുവായി അല്ലെങ്കിൽ യേശുവിനെ ആരാധിക്കുന്നവരുടെ ശത്രുവായി ഒരു കാലത്ത് അറിയപ്പെട്ട ശൗൽ എന്ന് പറയുന്ന ശക്തനായ മനുഷ്യൻ അധികം വൈകാതെ ആമേൻ അവൻ അവഹേളിച്ച വീടാന്തരം കയറി കൊന്നുമുടിച്ച അരുമനാഥനെ ആരാധിക്കുന്നവരെ ഇല്ലാതാക്കാൻ നോക്കിയ ശൗൽ അധികം വൈകാതെ അവൻ നിന്ദിച്ച അവൻ കളിയാക്കിയ അവൻ ഉപദ്രവിച്ച അരുമനാഥന്റെ ശിഷ്യന്മാരെ ആമേൻ അനുഗമിക്കുന്നതിലും ശക്തമായി അനുഗമിക്കത്തക്ക വിധത്തിൽ മഹിമകളുടെ സാക്ഷിയായി ജീവിക്കുവാൻ കൃപ കൊടുത്ത ദൈവം ഇന്ന് രാത്രി നിന്നെ നിന്ദിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന്, നിന്നെ അവഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന്, നിന്നെ ആമേൻ ചെറുതായി കാണുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ആമേൻ അതേ സാക്ഷ്യമുള്ളവരായി തീരുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ പോകുകയാ. സ്നേഹിത, സഹോദര, സഹോദരി, കുഞ്ഞെ, മാതാവേ, വിശ്വസിക്കുന്നുവെങ്കിൽ ആദരം തുറന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഭക്തനായ ദാവീദ് സർവശക്തനായ ദൈവത്തെ രുചിച്ചറിയുവാൻ അവസരം ലഭിച്ചപ്പോൾ താൻ എഴുതിയ ഭാഗമാണ് ഇന്ന് രാത്രി ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി വായിക്കുവാൻ സ്വർഗത്തിലെ വൈദ്യുവനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രശ്ന സങ്കീർണപൂരിതമായ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകണം, അറുതി കാണണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി വ്യക്തപ്പെടുന്നു. ലോകത്തിൽ ഏത് മുക്കിലും ഏത് മൂലയിലും അവൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടെങ്കിൽ അവിടെ ചെന്ന് ആ പരിഹാരം കാണുവാൻ നെട്ടോട്ടം ഓടുന്ന അനേകരുണ്ട്. പക്ഷേ ഒറ്റ കാര്യം, ആമേൻ നേരോടെ സത്യസന്ധമായി പരിഹാരം കാണുവാൻ ആഗ്രഹിക്കുന്നവര് വളരെ ചുരുക്കമാണ്. വളരെ വേഗത്തിൽ, വളരെ ഫാസ്റ്റായി അല്ലെ, നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഫാസ്റ്റ് ഫുഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്നിടത്തുനിന്ന് കഴിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. കാരണം എന്താ? കഴിക്കാൻ പോലും സമയമില്ല. ഫാസ്റ്റ് ഫുഡ് കഴിച്ച് ആമേൻ അതെ മാരകമായ രോഗങ്ങൾ പിടിക്കപ്പെട്ട് ആമേൻ ആയുസ് ആമേൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടലോകത്ത് ഹല്ലേലൂയ അതെ മെല്ലെ പാകം ചെയ്ത് ആമേൻ മെല്ലെ ചവച്ചരച്ച് ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിക്കുള്ള ആരോഗ്യം പോലെ ആമേൻ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകത്തില്ല. മനസ്സിലായവർ കരപിടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. പാക്കറ്റുകളിൽ കിട്ടുന്ന ആഹാര പദാർത്ഥങ്ങൾ കഴിച്ച് ആമേൻ നമ്മുടെ കേരളത്തിൽ നമ്മൾ പാർക്കുന്ന ചുറ്റുപാട് നമുക്ക് അങ്ങനെ അധികം കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് പോയാൽ, വിദേശ രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടില്ല, എന്നാൽ നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുണ്ട്. ആമേൻ അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് ആമേൻ ജോലിക്ക് വേണ്ടി പോകുന്നവര് തട്ടുകട പോലെയല്ല. എന്തുവാ പറയണ്ടേ, അവിടെ നിന്ന് കഴിക്കുന്നത് കാണുമ്പോ, വാങ്ങിച്ച് കഴിച്ചോണ്ട് ഓടുന്നത് കാണുമ്പോ അയ്യോ ഇവർക്ക് കഴിക്കാൻ പോലും സമയമില്ല. ആമേൻ ഓടടാ
ഓട്ടമാ. ഇന്ന് പകലിലും ആമേൻ വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, ഓട്ടത്തിൽ നിലയ്ക്കാതിരിക്കുവാൻ അല്പം വിശ്രമം ആവശ്യമല്ലേ? ആഹാരം കഴിക്കുമ്പോഴെങ്കിലും അല്പം ശാന്തമായിരുന്ന് കഴിക്ക്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഓടിച്ചിട്ട്, ആമേൻ, നാടൻ ഭാഷ പറഞ്ഞ് ഓടിച്ചിട്ടൊരു കല്യാണം എന്നൊക്കെ പറയില്ലേ? ആമേൻ, ഇന്ന് ഓടിച്ചു വായിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഹബക്കൂക്കിനോട് പറഞ്ഞ് എഴുതി വെക്കാൻ. അതുകൊണ്ട് ഞാൻ ചില വീഡിയോ ക്ലിപ്പുകളും വീഡിയോ കാണുമ്പോൾ ചിലപ്പോ ആമേൻ അറിയാതെ ചിരിച്ചു പോകും. കാരണം 1 മിനിറ്റ് കൊണ്ട് ഒരു സന്ദേശം, അതിനകത്ത് ഒരു ചിന്ത, ഒരു പാട്ട്, ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ. ക്യാപ്സ്യൂള് പോലെ. ആമേൻ. കാരണം എന്താ? ഇന്ന് സമയമില്ലെന്ന്. അപ്പൊ ഓടുന്ന ഓട്ടത്തിൽ 1 മിനിറ്റ് സന്ദേശമെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ കൊള്ളാം, നല്ലതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നിത്യനാശത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നിന്നെ നയിപ്പാൻ ഉലകത്തിലേക്ക് ഇറങ്ങി വന്നവൻ വചനമായവന്റെ കൂടെ സമയം ചെലവഴിക്കുവാൻ ആര് സമയം കണ്ടെത്തുമൊന്നുവോ? ഹല്ലേലൂയ. അവൻ കഴിക്കുന്ന ആഹാരത്തിന്റെ പവർ കൊണ്ടല്ല, അവൻ കഴിക്കുന്ന പാനീയത്തിന്റെ പവർ കൊണ്ടല്ല. എന്ന് പറഞ്ഞാ ഹോർലിക്സോ ബൂസ്റ്റോ അല്ല, പിന്നെന്തുവാ? പിന്നെന്തൊക്കെയുണ്ട്? ആമേൻ. അയ്യോ, അതൊന്നും അല്ലെന്നേ. ആമേൻ. അതെ, നീ ആമേൻ വായിക്കുന്ന ഗ്രഹിക്കുന്ന വചനത്തിന്റെ ശക്തി കൊണ്ട് ആമേൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നത്തിൽ നിന്നും ആമേൻ മറുകര ആമേൻ കാണുവാൻ നിന്നെ ശക്തിയുള്ളതാക്കി മാറ്റുന്ന അതേ ജീവന്റെ വചനം, ഉൾനട്ട വചനം ഇന്ന് രാത്രിയിലും ശ്രോതാവേ നീ അല്പസമയം കണ്ടെത്തി അത് കേൾക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ഈ പ്രതികൂലമുള്ള, ഈ പ്രതിസന്ധിയുള്ള, ഈ വേദനയുള്ള ലോകത്ത്, ഹല്ലേലൂയ, തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ സ്വർഗത്തിലെ ദൈവം വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ആത്മാവിനെ നിന്റെ മേലും പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ കണ്ടുപിടിക്കപ്പെടാത്ത മാരക രോഗങ്ങൾ ആമേൻ അതെ വർദ്ധിച്ചു കൊണ്ടുവരുന്ന ഈ ലോകത്ത്, ഹല്ലേലൂയ, അക്രമവും ആമേൻ അതെ അരാജകത്വവും ആമേൻ അതെ ആമേൻ പാപവും കൊടുകുത്തി വാഴുന്ന ഈ ലോകത്ത് തളരാതെ കണ്ട് പതറാതെ കണ്ട് ആമേൻ നിത്യജീവന് അവകാശിയായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആമേൻ അതെ നിത്യതയിൽ എത്തുന്നത് വരെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ മകനീയ സാന്നിധ്യം അനുഭവിക്കുവാൻ കൊതിക്കുന്ന ആരെങ്കിലും എന്നെ ഈ ലൈവിലൂടെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ അകത്തെ മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുവാൻ ഉതകുന്ന, നിന്റെ അകത്തെ മനുഷ്യന് ബലമായി മാറുന്ന ആധാരമത്രേ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ആമേൻ. ഇത് ഭക്ഷിക്കുവാൻ, ഹല്ലേലൂയ, അല്പസമയം എടുത്ത് അല്പസമയം ഇത് ഭക്ഷിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായി നിന്റെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യും? ബലപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഭക്തനെ ബലപ്പെടുത്തിയ ആമേൻ ദൈവത്തെ കുറിച്ച് ആമേൻ വർണ്ണിക്കുന്നത് ഇങ്ങനെയാ. സങ്കീർത്തനം 23 ആമേൻ 5 വാക്യം വേഗം വായിക്കാം. സങ്കീർത്തനം 23 5. എന്റെ ശത്രുക്കൾക്ക് എന്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, നീ എനിക്ക് വിരുന്ന് ഒരുക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തെ രുചിച്ചറിഞ്ഞ ഭക്തന്റെ വാക്ക. ആമേൻ. എന്റെ ശത്രുവുണ്ടോ? ശത്രുവുണ്ടോ? തിരിച്ചറിഞ്ഞോ? ആ തിരിച്ചറിവുള്ള ചങ്കത്ത് കൈവച്ച് പറ, എന്റെ ശത്രുക്കൾ കാണേ. ആമേൻ. ഉയരത്തിലേക്ക് കൈ ചൂണ്ടിട്ട് പറ, നീ എനിക്ക്, ഹല്ലേലൂയ, ആമേൻ, വിരുന്നൊരുക്കുന്നു. ഹല്ലേലൂയ. എപ്പോഴാ? ആമേൻ അതെ നിന്റെ ശത്രുവിന്റെ മുമ്പിൽ വിരുന്നൊരുക്കാൻ പോവാ. ആമേൻ. ശത്രുവിന്റെ ഭീഷണി കേട്ട് ആമേൻ നാളുകളായി ഉറക്കം കേട്ട് ആമേൻ തളർന്നിരിക്കുന്ന മാതാവേ, ഹല്ലേലൂയ, ശത്രുവിന്റെ ആരവ നിമിത്തം, ശത്രുവിന്റെ താണ്ഡവ നിമിത്തം ആമേൻ നിന്റെ വീട്ടിനകത്ത് നടക്കുന്നത് കൊണ്ട് വീട്ടിനകത്ത് നിനക്ക് ഇരിക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റുന്നില്ല, കഴിക്കാനും പറ്റുന്നില്ല. കിടക്കാൻ കട്ടിലില്ലാഞ്ഞിട്ടല്ല, ഇരിക്കാൻ ചെയറില്ലാഞ്ഞിട്ടല്ല, ആമേൻ കഴിക്കാൻ ആഹാരമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ശത്രു നിന്റെ വീട്ടിനകത്ത് ആമേൻ സ്വസ്ഥത കെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് കഴിക്കാൻ ആഹാരമുണ്ടെങ്കിലും സ്വസ്ഥമായിരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല. നിനക്ക് കട്ടിലുണ്ടെങ്കിലും നിവർന്ന് കട്ടിലിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. നിനക്ക് ചെയറുണ്ടെങ്കിലും ചെയറിൽ ഇരുന്ന് വിശ്രമിക്കുവാൻ പറ്റുന്നില്ല. നിനക്ക് സ്വസ്ഥത തരാതെ, നിന്നെ വിശ്രമമില്ലാതെ, നിന്നെ നെട്ടോട്ടം ഓടിച്ച് നിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തി നാളിതുവരെ അതെ നിന്നെ ഒതുക്കി ഇല്ലാതാക്കാൻ
നോക്കിക്കൊണ്ടിരിക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ ഹല്ലേലൂയ, അത് ശത്രുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് തിരിച്ചറിഞ്ഞ ശത്രുവിന്റെ നെറുകയിൽ ആമേൻ ഒറ്റ കല്ലുകൊണ്ട് ആ ശത്രുവിനെ വീഴ്ത്തുവാൻ കൃപ ലഭിച്ച അഭിഷേകമുള്ള ദാവീദിനെ അത് കണ്ടലാക്കിയ ദൈവത്തെ കുറിച്ച് ഭക്തൻ പറയുന്നു. ഹല്ലേലൂയ, ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവത്തെ കുറിച്ച്. ഹല്ലേലൂയ, എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് ആരാ വിരുന്നൊരുക്കുന്നേ? ഹല്ലേലൂയ, ആമേൻ. ലോകത്തിലെ ഏതെങ്കിലും ആമേൻ ഒരു പ്രസ്ഥാനമാണോ? ലോകത്തിൽ ഏതെങ്കിലും ഒരു നേതാവാണോ? ലോകത്തിൽ ഏതെങ്കിലും മാന്യനായ വ്യക്തിയാണോ? ഹല്ലേലൂയ, അതോ അപ്പന്റെ വീട്ടുകാരോ അമ്മയുടെ വീട്ടുകാരോ? അതോ ആമേൻ കൊച്ചച്ഛനോ? ആരാ വിരുന്നൊരുക്കുന്നേ? ഹല്ലേലൂയ, ആരാ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നേ? നിന്നെ നിന്ദിക്കുന്ന, നിന്നെ ഒതുക്കുന്ന, നിന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന ശത്രുവിന്റെ മുമ്പാകെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞവർ ഇരു കരവും അടിച്ച് അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഇന്ന് രാത്രിയിലും നിനക്ക് വേണ്ടി, നിന്റെ ശത്രുവിന് വേണ്ടി, അതെ ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ആരെന്ന് ഇന്നവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, സ്നേഹിത, ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് അപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ഹല്ലേലൂയ ആമേൻ ആട്ടിടയന്മാർക്ക് ആമേൻ സ്വർഗത്തിൽ നിന്ന് ആമേൻ ഒരു ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, ആ ശബ്ദത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച വിദ്വാൻമാർ ലോകരക്ഷകനായ യേശുക്രിസ്തു ജനിച്ചത് ആമേൻ കാണുവാൻ കണ്ടിട്ട് വെറുതെ പോയില്ലെന്നേ, അവനെ നമസ്കരിച്ച് കൊണ്ടുവന്നതൊക്കെ അവിടെ വെച്ച് ആമേൻ ആരാധിച്ചിട്ടാ പോയെ. ഇന്ന് രാത്രി ഉലകത്തിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമമാ. ഇന്ന് രാത്രിയിൽ ആദ്യമായി നീ നാമം കേൾക്കുന്നതെങ്കിൽ, സ്നേഹിത, നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന, നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്ന ആമേൻ നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നീ ആഗ്രഹിക്കുന്നിടത്ത് എത്തപ്പെടുവാൻ കഴിയാതെ ആരോ നിന്നെ പുറകോട്ട് വലിച്ച് ആമേൻ അതെ ബന്ധിക്കുന്നത് പോലെ ആമേൻ നിന്നെ ബന്ധിക്കുന്ന സമസ്ത മേഖലകളിൽ നിന്ന് സ്വതന്ത്രനായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉലകത്തിൽ പിതാവായ ദൈവം അയച്ച ഏകനാമം യേശു എന്ന നാമം, ഈ നാമം സകല നാമത്തിനും മേലായ നാമമാകയാൽ ഇന്ന് രാത്രി ആ നാമത്തെ നീ അറിഞ്ഞാൽ ആ നാമം നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണമിടയായി തീരും. ആ നാമത്തോട് നീ പറ്റിച്ചേരുവാൻ തയ്യാറായാൽ സമസ്ത മേഖലകളിൽ നിന്ന് ആമേൻ അവൻ നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ. അതേ മാനവരാശി ആമേൻ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട്, ദൈവവുമായി കൂട്ടായ്മ വിച്ഛേദിച്ച്, ദൈവം കൊടുത്ത സൗഭാഗ്യങ്ങളും ദൈവം കൊടുത്ത സന്തോഷവും ദൈവം കൊടുത്ത ആനന്ദവും അനുഭവിക്കുവാൻ കഴിയാതെ കഷ്ടതയും ദുരിതവും പേറി കഴിയുന്ന സാഹചര്യത്തിൽ പിതാവായ ദൈവം ആ മാനവരാശിയെ നിത്യതയിലേക്ക്, ആ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് അടുപ്പിക്കുവാൻ ആമേൻ ഒരുക്കിയ പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ, ആ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നീ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി നീ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട്, യേശുവേ, ഞാനൊരു പാപിയായ എന്നെ രക്ഷിപ്പാനാണ് അങ്ങ് ഈ ലോകത്തിൽ വന്നതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, വായി കൊണ്ട് രക്ഷക്കാർ ഏറ്റു പറയുന്നുവെന്ന് നീ സമ്പൂർണമായി സമർപ്പിച്ച് അതെ തീരുമാനമെടുത്ത് പറയുന്ന നിമിഷത്തിൽ സൗജന്യമായ രക്ഷ ആമേൻ ദാനമായ പരിശുദ്ധാത്മാവ് ലോകത്ത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ രക്ഷ സൗജന്യമായി പിതാവായ ദൈവം സ്നേഹിത നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാ. നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് ആത്മഹത്യ ഒരു പരിഹാരമല്ല, ആമേൻ ഒളിച്ചോട്ടം ഒരു പരിഹാരമല്ല. ഇന്ന് രാത്രിയിലും എങ്ങനെയെങ്കിലും ഈ പ്രതികൂലത്തിനകത്ത് നിന്ന് തലയൊന്ന് പോയാൽ മതി, ഈ നരകത്തിൽ നിന്ന് എങ്ങനെയൊന്ന് ആമേൻ ചർച്ച ഒതുങ്ങിയാൽ മതി എന്ന് ചിന്തിച്ച് നിരാശയോടെ, ഭാരത്തോടെ, വേദനയോടെ, ഹല്ലേലൂയ, അതെ എത്ര മരുന്ന് കഴിച്ചിട്ടും ഭേദമാകാത്ത രോഗം, അതെ എത്ര പരിഹരിച്ചിട്ടും പരിഹരിക്കപ്പെടാത്ത പ്രശ്നം, ഹല്ലേലൂയ, ആകുലത നിറഞ്ഞ ജീവിതത്തിനുടമയായ വ്യക്തി ജീവിതങ്ങൾക്ക് ആമേൻ ഈ ലോകത്തിൽ നിന്ന് എവിടെയും കിട്ടാത്ത സമാധാനം നൽകുവാൻ ശക്തനായവൻ കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. ആ കർത്താവ് പറഞ്ഞു, ആമേൻ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, ഈ ലോകം നൽകുന്ന സമാധാനമല്ല എന്റെ സമാധാനം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവായ യേശുക്രിസ്തുവിനെ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ സ്നേഹിത, താങ്കൾക്ക് വേണ്ടിയാണ് ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ഈ മെസ്സേജ് പറയുന്നത്. ഹല്ലേലൂയ. കാലങ്ങളായി യേശു കർത്താവിനെ അടുത്തറിഞ്ഞ കൃപ ലഭിച്ച ദൈവമക്കളെ, അങ്ങനെ കൃപ ലഭിച്ച ഭക്തൻ കാട്ടിൽ അകപ്പെട്ടപ്പോൾ ഒരിക്കൽ ഒരു കരടിയും ഒരിക്കൽ ഒരു സിംഹവും കയറി വന്നു. ഹല്ലേലൂയ. ആ സിംഹത്തിന് ഇരയാകുവാൻ അവൻ ആരാ
ആരാധിക്കുന്ന, അവൻ ആശ്രയിക്കുന്ന ദൈവം സമ്മതിച്ചില്ലെന്ന്. ഇന്ന് രാത്രി ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഒരു കരടിക്കും, ആമേൻ, ഒരു സിംഹത്തിനും നിന്നെ തൊടുവാൻ അനുവദിക്കത്തില്ല. കാരണം ഉയരത്തിൽ അഭിഷേകം നിന്റെ മേലുണ്ട്. ഓ റമ ശംഭം ഹല്ലേലൂയ. ആമേൻ. ഒറ്റ കാര്യം, ആമേൻ, അഭിഷേകമുള്ളവൻ കാട്ടിൽ കിടന്ന് ആമേൻ മൽപ്പിടുത്തം നടത്തുന്നത് നാട്ടിൽ ആരും അറിയുന്നില്ല കേട്ടോ. ഇന്ന് രാത്രിയിലും കിടക്കയിൽ കിടന്നുകൊണ്ട് കണ്ണുനീർ കൊണ്ട് അവന്റെ പാദം നനച്ച് ആമേൻ കരയുന്നത്, അതെ പ്രാർത്ഥിക്കുന്നത് ലോകമറിയുന്നില്ല. സ്നേഹിത, കാട്ടിൽ കിടന്ന് കരഞ്ഞവനെ സ്വർഗം നാട്ടിൽ മാനിച്ചെന്ന് ഇന്ന് രാത്രി 4 പേർ കാണെ ലോകം അറിയത്തക്ക വിധത്തിൽ ആരും അറിയാതെ കരയുന്ന മാതാവേ, പിതാവേ, അഭിഷക്തരെ, സഹോദര, സഹോദരി, കുഞ്ഞെ, നിന്നെ മാനിപ്പാൻ സ്വർഗം വചനം പറയുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ശത്രുക്കൾക്ക് ഹല്ലേലൂയ നിങ്ങളുടെ സാക്ഷികളാകുവാൻ കഴിയുമോ? അതെ, എന്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ലൈവിലുള്ള ചില വ്യക്തി ജീവിതങ്ങളോട് ഈ 32ാമത്തെ രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ ആമേൻ ഈ രാത്രി ആത്മാവിൽ ആമേൻ ഒരു ദൂത് ഞാൻ കൈമാറുകയാണ്. ചിലരുടെ ആമേൻ അത് ജീവിതത്തിൽ ആമേൻ ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന സീസൺ വെളിപ്പെട്ടു വരുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. അതേ സഹോദരി, ആമേൻ, നിന്റെ ആ ജോലി സ്ഥാപനത്തിൽ നിനക്കെതിരെ വൈരിയായി ശത്രു അതേ വെല്ലുവിളിക്കുന്ന വെല്ലുവിളിയുടെ മുമ്പിൽ നിന്നെ തകർച്ച കാണുവാൻ ശത്രു ഒരുക്കിയിരിക്കുന്ന ആ കുരുക്കിന്റെ അകത്ത് ഹല്ലേലൂയ നീ കുരുങ്ങാതെ കണ്ട് ആ വൈരിയുടെ നടുവിൽ അതേ മേശയൊരുക്കുന്ന വിരുന്നൊരുക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അത് വിദൂരമല്ലാതെ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ അത് വെളിപ്പെട്ടു വരുന്നു. ഇതിനകത്ത് വിശ്വസിക്കുന്നവർ ഓ കലമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. മാത്രമല്ല എന്റെ ആമേൻ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇന്ന് രാത്രി ഒരു പുത്തൻ ആത്മമണ്ഡലത്തിലേക്ക് ചിലരെ ദൈവം അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. ആമേൻ. ആമേൻ. അഭിഷേകത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക്, ആത്മാവിന്റെ പുത്തൻ ഭാവിലേക്ക് അഭിഷേകനെ ഇന്ന് രാത്രി ദൈവം നിന്നെ മൂവ് ചെയ്യിപ്പിക്കുന്ന രാത്രിയാ. അതേ മാതാവേ, നാളുകളായി കൊതിക്കുന്നില്ലേ ഒന്ന് ആരാധിച്ച് ബലപ്പെടണമെന്ന്? അഭിഷേകനെ ഒന്ന് ആരാധിച്ച് അവൻ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? ശുശ്രൂഷയിൽ ഒന്ന് ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഇന്ന് രാത്രി ശത്രു നിന്റെ മുമ്പിലുണ്ട്, വെല്ലുവിളി നിന്റെ മുമ്പിലുണ്ട്, തകർക്കുമെന്ന ഭീഷണിയുണ്ട്. അതിന്റെ നടുവിൽ നിന്റെ തലയെ ഉത്തനാഭിഷേകം ചെയ്ത അതേ ഗോലിയാത്തിനെ അതേ നിലംപരിചയാക്കുവാൻ കാട്ടിൽ കിടന്നവനെ വീട്ടിൽ വെച്ച് അഭിഷേകം ചെയ്ത സ്വർഗ്ഗം ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് അവൻ ഈ ശത്രു അതേ നിന്റെ തകർച്ച കാണുവാൻ നോക്കിയിരിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി അവനൊരു പുത്തൻ ആത്മമണ്ഡലത്തിലേക്ക് നിന്നെ കൈപിടിച്ചു നടത്തുവാൻ ശക്തരായവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഹല്ലേലൂയ. കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ, കേൾവിക്കാരെ പോലെ ഇരിക്കാതെ ഇന്ന് രാത്രി ആ അഭിഷേകം നിന്റെ മേൽ വീഴുവാൻ തക്കവണ്ണം സമയമായി സ്നേഹിത നീ വിശ്വസിക്ക. ഇന്ന് രാത്രി ആ അഭിഷേകത്തിന്റെ കൈ മാറ്റ നിന്റെ മേൽ വീഴുന്ന രാത്രിയാണ്. ആമേൻ. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് തിരിച്ചറിവുണ്ട്? ആമേൻ. ഞാനൊരു അഭിഷേകനാണ്, ഞാനൊരു അഭിഷേകമുള്ള ദൈവ പൈതലാണ്, ഞാൻ ദൈവകൃപയുള്ള ഒരു വ്യക്തിയാണ്. ആമേൻ. എന്റെ ശത്രുവിന്റെ മുമ്പിൽ ഞാൻ പരാജയപ്പെടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. എന്റെ ദൈവം ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കുന്ന ദൈവമാണ്. മാത്രമല്ല എന്റെ തലയെ ആമേൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവമാണ്. തീർന്നില്ല, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ആമേൻ. ആമേൻ. കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവത്തിലേക്ക്, കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് ഇന്ന് രാത്രി ആമേൻ അതെ ഒരു ദൈവ പ്രവൃത്തി വിശ്വസിക്കുന്ന നിന്റെ കുടുംബത്തിന്റെ നിന്റെ സമസ്ത മേഖലവേ സംഭവിക്കുവാൻ പോകുകയാണ്. ഭക്തനായ അഭിഷക്തൻ ദൈവസഭ സ്ഥാപിച്ച് ദൈവസഭയുടെ അംഗങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഹല്ലേലൂയ ആത്മാവിൽ നിയോഗം പ്രാപിച്ച അഭിഷക്തൻ എഴുതി, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാരാ? ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ നിറവോടെ കത്തിജ്വലിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ വാക്ക, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്.
പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കാൽ കരുതിയിട്ടുണ്ട്. ഓ എന്നിൽ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയ എത്ര പേർ അറിയുന്നു? ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ ദൈവമേ ചതുമടിയത് എത്ര പേർ അറിയുന്നു? ഉറപ്പുള്ളവർ ഹല്ലേലൂയ ഇന്ന് രാത്രി ഉറപ്പ് പ്രാപിക്കട്ടെ. ദൈവം എനിക്ക് അനുകൂലമാണ്. ഞാനൊരു അഭിഷക്തനാണ്, ഞാനൊരു അഭിഷേകമുള്ള ദൈവവൈതലാണ്. ആമേൻ. വെല്ലുവിളിക്കുന്ന വെല്ലുവിളിയുടെ മുമ്പിൽ തകർന്നു പോകുവാൻ അനുവദിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കുന്ന, എന്റെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന, എന്റെ പാദപാത്രം നിറഞ്ഞ് കവിയത്തക്ക വിധത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം ഇന്ന് രാത്രി ഹല്ലേലൂയ അതേ നമ്മുടെ നടുവിൽ ഉടാവിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവം അനുവദിച്ചാൽ ഓ പരിഹാരമേ. അതേ സഹോദര, നിന്റെ വിഷയത്തിന് പരിഹാരം ഇന്ന് രാത്രി സ്വർഗം അതെ അയക്കുക. അതേ മാതാവേ, നിന്റെ വിഷയത്തിന് സ്വർഗം ഇടപെടുന്ന രാത്രിയാ. നിന്റെ നന്മയ്ക്കായി, നിന്റെ നന്മയ്ക്കായി, നിന്റെ കുടുംബത്തിന്റെ നന്മയ്ക്കായി, നിന്റെ തലമുറയുടെ നന്മയ്ക്കായി, നിന്റെ കൂടപ്പറപ്പിന്റെ നന്മയ്ക്കായി അതേ ദൈവത്തിന്റെ കരം ചലിക്കുന്ന രാത്രിയാ. ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കുന്ന അതേ സമയമാ ഇന്ന് രാത്രി. നീ വിശ്വസിക്കുക. അതെ നിന്റെ തലയെ പുത്തൻ അഭിഷേകം കൊണ്ട് അതേ നിറയ്ക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഹല്ലേലൂയ ആമേൻ. നമുക്ക് ആമേൻ സകലതും നൽകാതിരിക്കുമോ? സകലമല്ല സകലവും. ഹല്ലേലൂയ. ആരോട് കൂടെ? ആമേൻ തന്റെ പുത്രനോട് കൂടെ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തവരെ ആ കുറ്റം ചുമത്തും. നീതീകരിക്കുന്നവൻ ദൈവം. ഹല്ലേലൂയ. ഒരു പക്ഷേ നിന്നെ നോക്കി പലരും പറയുന്നുണ്ടാകാം, നീ ശരിയാകത്തില്ലെന്ന്, നീ കൊള്ളത്തില്ലെന്ന്, നീ എങ്ങനെ മുങ്ങിപ്പൊങ്ങി എങ്ങനെ ആരാധിച്ചാലും ആമേൻ നീ നന്നാകത്തില്ലെന്ന് ആണയിട്ട് പറയുന്നുണ്ടാകും. എന്നാൽ ആണയിടുന്ന ശത്രുവിന്റെ മുമ്പിൽ വിരുന്നൊരുക്കി ആമേൻ തലയെ അഭിഷേകം ചെയ്ത് ആമേൻ നിന്റെ പാദപാത്രം നിറഞ്ഞ് കവിയുമാറാക്കുന്ന ഒരു നല്ല ഇടയൻ. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഓ അതിനകത്ത് കൂടുന്ന നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ, വിധിക്കുന്നവർ വിധിക്കട്ടെ, എഴുതി തള്ളുന്നവർ എഴുതി തള്ളട്ടെ. ഹല്ലേലൂയ. അവരുടെ മുമ്പിലും ഹല്ലേലൂയ കൃപയുള്ളവൻ ഹല്ലേലൂയ അഭിഷേകം ചെയ്ത് ആമേൻ വിരുന്നൊരുക്കി മാനിക്കുന്നവൻ. ഹല്ലേലൂയ. ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ മോർദെഖായിക്ക് വേണ്ടി ആമേൻ കഴുമരം ഒരുക്കി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ സമയമായപ്പോൾ രാജാവ് മാനിക്കുന്നവൻ ഇങ്ങനെ മാനിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ഹാമാൻ ഇങ്ങനെ വളരെ വളരെ സ്വപ്നം കണ്ടിരിക്കുകയാണ്. സമയമായപ്പോൾ ആമേൻ ശത്രുവായ ഹാമാന്റെ മുമ്പിൽ മോർദെഖായി എന്ത് ചെയ്തു? മാനിക്കപ്പെട്ടു. ഇന്ന് രാത്രി സ്നേഹിത, നിനക്ക് ആമേൻ വേണ്ടി കഴുമരം ഒരുക്കി ആമേൻ അത് കാത്തിരുന്ന ഹാമാന്മാരുടെ മുമ്പിൽ ഇതാ മോർദെഖായി മാനിക്കപ്പെട്ടതുപോലെ, ഇങ്ങനെ മാനിക്കപ്പെട്ടതുപോലെ. ഹല്ലേലൂയ. വചനം വായിച്ച് ബലപ്പെടണം. ഇന്ന് രാത്രി അഭിഷക്തരെ, സഹോദര സഹോദരി, നിന്ന അനവധിയുണ്ടോ? നീ നിന്ദിക്കപ്പെട്ടവളായി തകർന്നവളായി ഈ പുതിയ നിയമ ഇസ്രായേലായി ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് പറയുന്നു ഹല്ലേലൂയ രാജാവ് മാനിക്കുന്നവനെ ഇങ്ങനെ മാനിക്കും. ഹല്ലേലൂയ. അവൻ ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. ഹല്ലേലൂയ. ശിക്ഷ വിധിക്കുന്നവനാ ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി കൂടപ്പുറത്തെ ഭർത്താവിന്റെ സ്നേഹം, ഭാര്യയുടെ സ്നേഹം, അപ്പന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, മക്കളുടെ സ്നേഹം എവിടെ വരെയുണ്ട്? ഹല്ലേലൂയ. ജനനം ഉറപ്പാ, മരണം ഉറപ്പാ. ജനനത്തിന്റെ സമയം ഒരു പക്ഷേ നിശ്ചയിക്കാൻ കഴിയും, പക്ഷേ മരണത്തിന്റെ സമയം നിശ്ചയിക്കാൻ പറ്റത്തില്ല. സ്നേഹിത, നീ അകത്തോട്ട് എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടുവാൻ പറ്റാത്ത സാഹചര്യം എപ്പോഴാകുന്നോ അപ്പോൾ നീ മരിക്കുകയാണ്.
അതുകൊണ്ട് ഭയത്തോടെ ഈ ജീവിതം കഴിപ്പാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ ജനിച്ചാൽ മരിക്കും. മരണം നിശ്ചയമാ, സമയം നിശ്ചയമല്ല. ഇന്ന് രാത്രി നീ മരിക്കുന്നതിന് മുമ്പ് നിത്യജീവൻ അവകാശിയാകുക ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്നേഹിത, നിത്യത നഷ്ടപ്പെടാതിരിക്കുക, നിത്യജീവൻ അവകാശമാക്കുക പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. ആ യേശു ക്രിസ്തു, ആമേൻ, മരിച്ചവൻ, ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും, നോക്കണേ, നിത്യജീവന് വേണ്ടി ഒരു മാനവരാശിയെ ആമേൻ വീണ്ടെടുക്കുവാൻ ഇഹത്തിൽ വന്ന് ജീവിച്ച് ആമേൻ മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്ന് എവിടെയെന്ന് ചോദിച്ചാൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആത്മാവിനാൽ എഴുതിയ സത്യവേദ പുസ്തകം. ആമേൻ. ആമേൻ. അതെ, പുതിയ നിയമഭാഗം റോമാലേഖനം, ആമേൻ, 8-ാം അധ്യായം അതിന്റെ ആമേൻ 34-ാം വാക്യം. ശിക്ഷ വിധിക്കുന്നവനാ ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. സ്നേഹിത, നിനക്ക് വേണ്ടി ആമേൻ വക്കാലത്ത് പറയാൻ ആമേൻ ഒരു പരിധി വരെ ആളുകൾ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ പരിധിയില്ലാതെ ആമേൻ ശത്രുപക്ഷത്തിന് നിന്നെ വിട്ടുകൊടുക്കാതെ നിനക്ക് വേണ്ടി പക്ഷപാതം അവസാനം വരെയും ആമേൻ കഴിക്കുന്നവനാ നിത്യസ്നേഹം കൊണ്ട് നിന്നെ സ്നേഹിക്കുവാൻ കാൽവറിയിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആരാ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആമേൻ, ആപത്തോ, വാളോ, ചോദിക്ക്. നീ നിന്നോട് തന്നെ ചോദിക്ക്. ഹല്ലേലൂയ. ഈ ദൈവ സ്നേഹത്തിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കുവാൻ ആർക്കാ കഴിയുന്നത്? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഒരു കാലത്ത് ദൈവ ആമേൻ പുത്രനായ ക്രിസ്തുവിനും അവനെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാർക്കും ഹല്ലേലൂയ നാശം വിധിച്ച് ശത്രുവായി ഓടി നടന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ ദൈവിക സന്ദർശനമുണ്ടായി. അവൻ സ്വർഗീയ ദർശനം പ്രാപിച്ചു. ആ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ഹല്ലേലൂയ ആമേൻ ദൈവനാമത്തിനു വേണ്ടി ഓടുവാൻ സമർപ്പിക്കപ്പെട്ട അഭിഷക്തൻ ആ ക്രൂശിൽ തനിക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞവൻ. ഹല്ലേലൂയ. ആത്മാവിൽ ആമേൻ എഴുതി ഓർപ്പിക്കുന്നു. ദൈവസഭയിലെ ദൈവജനം ബലപ്പെടുവാൻ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ അതെ ചുവട് വെച്ച് ഈ കഷ്ടമുള്ള, ഈ വേദനയുള്ള, ഈ പ്രതികൂലമുള്ള, ഈ പ്രതിസന്ധിയുള്ള ലോകത്തായിരിക്കുന്ന ദൈവ പൈതലേ, ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയം എന്റെ കൂടപ്പറപ്പേ, സ്നേഹിതരെ, സഹോദരങ്ങളെ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം കേട്ടിട്ട് കേൾക്കാത്തവരെ പോലെ ഇരിക്കാതെ കേൾക്കുന്ന വചനം ദൈവശക്തിയായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇന്ന് രാത്രി നീ കരമടിച്ച് പ്രതികരിക്കുക. ആമേൻ പറഞ്ഞ് റിസീവ് ചെയ്യും. നിശ്ചയമായും വിശ്വസിക്കുന്ന നിന്റെ മേൽ ഉയരത്തിൽ അഭിഷേകം ചലിക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആരാ? ചോദിക്കുക. ആരാ? നിന്നോട് തന്നെ ചോദിക്കുക. കഷ്ടതയാണോ? സങ്കടമാണോ? ഉപദ്രവമോ? പട്ടിണിയോ? നഗ്നതയോ? ആപത്തോ? വാളോ? ഹല്ലേലൂയ. ഇതിനൊന്നും ദൈവ സ്നേഹത്തിൽ നിന്നും അകറ്റുവാൻ കഴിയത്തില്ല. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കഷ്ടതയെ നോക്കി പറ, ആമേൻ, പ്രതികൂലത്തെ നോക്കി പറ, ആമേൻ, സങ്കടത്തെ നോക്കി പറ, ഉപദ്രവത്തെ നോക്കി പറ, പട്ടിണിയെ നോക്കി പറ, നഗ്നതയെ നോക്കി പറ, ആപത്തിനെ നോക്കി പറ, വാളിനെ നോക്കി പറ. ആമേൻ. ഇതിനൊന്നും അതേ നിത്യ സ്നേഹം കൊണ്ട് അതേ എന്നെ സ്നേഹിച്ച ക്രിസ്തുവിൽ നിന്ന് അകറ്റുവാൻ കഴിയത്തില്ല. കാരണം നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അങ്ങനെ പറയുന്നവർക്ക്, അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഇതിനകത്ത് പാതി ജയമൊന്നല്ല, പൂർണ്ണ ജയം. സങ്കടത്തോടിരിക്കുന്ന മാതാവേ, ഇന്ന് രാത്രി നീ പൂർണ്ണ ജയം പ്രാപിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുക. നിന്റെ മേലൊരു അഭിഷേകത്തിന്റെ പുതപ്പ് വീണി.
അവൻ സങ്കടത്തോടിരിക്കുന്ന സ്നേഹിത, അമ്മേൻ, അതെ, ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത കണ്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് അവരുടെ നിലവിളി കേട്ട് അത് മോശയിലൂടെ ഇറങ്ങി വന്ന് അവൻ പുറത്തേക്ക് നയിച്ച സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രൻ തമ്പുരാൻ നിമിത്തം ഇന്ന് രാത്രി അത് സങ്കടപ്പെട്ടിരിക്കുന്ന നിന്റെ ആ വിഷയത്തിനകത്ത് ഇറങ്ങി വന്ന് ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി മാനിച്ച ദൈവം അവൻ പുതിയ പാട്ട് അവൻ വായിൽ തന്ന് നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ. നിന്റെ ആദരം തുറന്ന് അന്യ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ നന്മ കൊണ്ട് നിന്നെ നിറയ്ക്കുവാൻ, അതെ, ദൈവാത്മാവ് പറയുന്നു, ആമേൻ, മാതാവേ, ആമേൻ, നിന്നെ സങ്കടത്തിലാക്കിയിരിക്കുന്ന ആ വിഷയത്തിനകത്ത് എന്റെ കർത്താവിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് അനുകൂലമായി ചലിക്കുകയാ. നീതീകരിക്കുന്നവനെ ആ കുറ്റം ചുമത്തും, കുറ്റം പറയുന്നവർ കാണെ വീഴുന്നൊരുക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങി വന്ന് നിന്റെ തലയെ അഭിഷേകം ചെയ്യുക എണ്ണ കൊണ്ട്. ഹല്ലേലൂയ. ആത്മാവിനെ കൊണ്ട് റിസീവ് എടുത്തല്ലോ. ഇന്ന് രാത്രി എത്ര പേർ അത് ഏറ്റെടുക്കുവാൻ തയ്യാറാകും? കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം, പാതി ജയമല്ല കേട്ടോ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി റിസീവ് ചെയ്താട്ട് അഭിഷക്തന്മാർ റിസീവ് ചെയ്താട്ട് നീ ശുശ്രൂഷിക്കുന്ന ദേശത്ത് ആയിരങ്ങളെ സ്നാനപ്പെടുത്തുവാൻ ഉതകുന്ന അഭിഷേകം ഇന്ന് രാത്രി നിന്റെ മേൽ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ. ഹല്ലേലൂയ. ശുശ്രൂഷിക്കുന്ന നിന്റെ മേൽ ഒരു പുത്തൻ അഭിഷേകത്തിന്റെ സ്ഥലം ഇന്ന് രാത്രി ദൈവം ഓപ്പൺ ചെയ്യുക. ഇന്ന് രാത്രി അത് സ്വീകരിക്കുവാൻ എത്ര പേർ തയ്യാറ്? ഹല്ലേലൂയ. അവൻ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ആമേൻ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ ഉറപ്പുണ്ട്? രാജാവേ, ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും തീയുടെ ബലത്തെ കെടുത്തുന്നവൻ ഇറങ്ങി വന്നാലില്ലെങ്കിലും ഞങ്ങൾ ഉറച്ചിരിക്കുക. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. 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 ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ കഴിയത്തില്ലെന്ന് ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഉറപ്പും ധൈര്യവുമുള്ളവരായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ആത്മാവിനാൽ എഴുതിയ വചനം ഇന്ന് രാത്രി ഈ മീഡിയയിലൂടെ ആവർത്തിച്ച് പിന്നെ നിന്നെ കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിത, നീ ഒന്ന് ഉറച്ചോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അഭിഷേകത്തിനോട് സ്വർഗം ഇങ്ങനെ പറഞ്ഞു, ആമേൻ, എന്റെ കൃപ നിനക്ക് മതി. അതേ മാതാവേ, അതെ, ഈ കൃപ, ഹല്ലേലൂയ, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഹല്ലേലൂയ. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഇന്ന് രാത്രി ബലഹീനതകളിൽ പ്രശംസിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭക്തന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, ആമേൻ, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഇന്ന് രാത്രിയിലും മാതാവേ, ശരീരത്തിന് ബലമില്ലല്ലേ? അസ്ഥികൾക്ക് ബലമില്ലല്ലേ? 10 മിനിറ്റ് നിന്നാൽ, ഹല്ലേലൂയ, അത് 20 മിനിറ്റ് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നേ. പക്ഷേ 20 മിനിറ്റ് പോയിട്ട് 2 മിനിറ്റ് പോലും ആഗ്രഹിക്കുന്ന നിനക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം ശത്രു അത്രമാത്രം നിന്റെ ജീവിതത്തിൽ സമസ്ത മേഖലകളിൽ അവന്റേതാകുന്ന, ആമേൻ, അത് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ടാ ഇന്ന് രാത്രി ഈ ലൈവിലൂടെ സ്വർഗത്തിലെ ദൈവം നീ കേൾക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഈ ക്രമീകരണത്തിലൂടെ ആ വചനം നിന്റെ കാതുകളിൽ നീ ഇരിക്കുന്നിടത്ത് കേൾക്കുവാൻ ക്രമീകരണം ഒരുക്കിയത്. ഹല്ലേലൂയ. വരും ദിവസങ്ങളിൽ ഈ വീഡിയോ വീക്ഷിക്കുന്ന ഏത് രാജ്യത്ത്, ഏത് ഭവനത്തിൽ, ഏത് പ്രതികൂലത്തിൽ, ഏത് പ്രതിസന്ധിയിൽ ഇരുന്ന് കേട്ടാലും അതിനകത്ത് ഒരു സൊല്യൂഷൻ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൊണ്ടാ, ആമേൻ, അങ്ങനെ ഒരു ക്രമീകരണത്തിലൂടെ അടുത്ത ദിവസം
ആണെങ്കിൽ അതെ എപ്പോഴാണെങ്കിലും അത് കേൾക്കുവാനുള്ള ക്രമീകരണം ദൈവം ഒരുക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തരാകുന്നു. ഹല്ലേലൂയ. കടഭാരമുള്ളപ്പോൾ തന്നെ, രോഗമുള്ളപ്പോൾ തന്നെ, ഞെരുക്കമുള്ളപ്പോൾ തന്നെ, ആവലാതി ഉള്ളപ്പോൾ തന്നെ അതിനകത്ത് ആമേൻ ജയം പ്രാപിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ശക്തീകരിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി അഗ്നിധാരക്കത്തെ കണ്ണുള്ളവൻ. ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ ഒന്നും മറവല്ല. ഹല്ലേലൂയ. ആമേൻ. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുക. നോക്കണേ, ഇങ്ങനെ കർത്താവിനെ അടുത്തറിഞ്ഞ ഭക്തൻ പറയുകയാണ്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഹല്ലേലൂയ. ഒരു മർമ്മം ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശ്രോതാക്കളോട് പറയുവാനായിട്ട് ആമേൻ എന്നെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാനത് പറയട്ടെ. ആമേൻ. നീ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം, ഹല്ലേലൂയ, അതെ, നിന്നെ കേട്ട് വിശ്വസിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ അകത്ത്, ഹല്ലേലൂയ, ആമേൻ, അവൻ ഇറങ്ങി വരുവാൻ, ആമേൻ, നീ വിശ്വസിച്ചു, ശരിയാ. പക്ഷേ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശീകരണം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ നിന്റെ ആത്മാവിന്റെയും നിന്റെ പ്രാണന്റെയും വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നീ ആത്മീയമായും നീ ഭൗതികമായും നീ ശാരീരികമായും ആത്മീയമായും ആമേൻ ശുഭമായി സുഖമായി ഇരിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി നീ ആത്മീയമായും ഭൗതികമായും ഉയർന്നു വരുവാൻ നിമിത്തമായി മാറിയ യേശു കർത്താവിനെ സ്മരിക്കുന്ന ആ തിരുമേശയോടുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ഹല്ലേലൂയ, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ കർത്താവിനെ നമ്മൾ ഉയർത്തുമ്പോൾ ഒന്ന് സ്മരിച്ചേ. എന്തിനു വേണ്ടിയാ യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത്? എന്റെ ശാരീരിക വിടുതലിന് വേണ്ടി, എന്റെ ആത്മീയ വിടുതലിന് വേണ്ടി. ഹല്ലേലൂയ. ആത്മീയ മരണം സംഭവിച്ച എന്റെ അകത്ത് ആത്മീയ ജീവൻ, നിത്യ ജീവൻ, ആമേൻ, ആ ജീവന്റെ തുടിപ്പ്, ഹല്ലേലൂയ, അനുഭവിക്കുവാൻ ആമേൻ ആഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ, ആ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ടവർ അവന്റെ മടങ്ങി വരവ് വരെ അനുഷ്ഠിക്കുവാൻ അനുഭവിക്കുവാൻ ദൈവസഭയ്ക്ക് കൊടുത്ത ആത്മീയ ശുശ്രൂഷ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിന്റെ മേശയുടെ മുമ്പിലല്ല ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്ന് രാത്രി ആ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തു നിമിത്തം ആമേൻ രണ്ട് മേഖലകളിൽ ആമേൻ പൂർണ്ണ ജയം പ്രാപിക്കുവാൻ കഴിയും. ഒന്ന് നമ്മുടെ ആത്മീയ ആമേൻ ജീവിതം, രണ്ട് നമ്മുടെ ഭൗതികമായ മേഖലകൾ. ഹല്ലേലൂയ. ആമേൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ, ബലഹീനമായ നിന്നെ ബലമുള്ളതാക്കി മാറ്റുക ഉയരത്തിൽ നിറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തു അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിതനാഥൻ തുതിച്ചിടുക, ഓ വാഴ്ത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക, ആമേൻ, വാഴ്ത്തിയിടുക, തുതിച്ചാത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക, ഓ വാഴ്ത്തിയിടുക, തുതിച്ചാത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. എന്റെ ശത്രുക്കളുടെ സന്നിധിയിൽ ആമേൻ നീ എനിക്ക് മേശയൊരുക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി എത്ര പേർ തിരിച്ചറിയുന്നത്? ഹല്ലേലൂയ. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നവനാണ് എന്റെ ദൈവമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. ആർക്കാണ് ശത്രുക്കളുള്ളത്? ഒരു ഇടയ സങ്കീർത്തനം, മൈ ഷെപ്പേർഡ്, അല്ലെ? ആമേൻ. ഇടയ സങ്കീർത്തനമായിട്ടാണ് ആമേൻ ദാവീദ് 23-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നല്ല ഇടയൻ യഹോവ എന്റെ നല്ല ഇടയൻ. ഹല്ലേലൂയ. ആടുകൾക്ക് ധാരാളം ശത്രുക്കളുണ്ട്.
ഹല്ലേലൂയ. കാട്ടു മൃഗങ്ങൾ ആമേൻ നിസ്സഹായരെ പോലെ ഇരയെ ആമേൻ പിടിക്കുവാൻ അതെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ ആടുകൾ ബലമില്ലാത്തതായതുകൊണ്ട് ആടിനെ പിടിക്കാൻ എളുപ്പമാണ്. ഹല്ലേലൂയ. അതുപോലെയാണ് വിശ്വാസികളുടെ കാര്യം. ഹല്ലേലൂയ. വിശ്വാസികൾക്ക് ആമേൻ ബലമൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് പറയുമ്പോൾ 4 പറയുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒന്നടിച്ചാൽ തിരിച്ചടിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച ദൈവമക്കളായി ആമേൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം പെട്ട് കഴിഞ്ഞപ്പോ പുതിയ സൃഷ്ടിയായി. അതുകൊണ്ട് ഒരു കണ്ണക്കടിക്കുന്നവന് മറ്റേ കണ്ണ് കൂടെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഇതാ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. ആമേൻ. ആരും ഞങ്ങളെ എതിർക്കുന്നില്ലെങ്കിൽ, ആമേൻ, നമുക്ക് ശത്രുക്കളില്ലെങ്കിൽ, ആമേൻ, ഞങ്ങൾ ഇടയനെ പിന്തുടരും. ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി എന്ത് ചെയ്യും? എന്ത് ത്യാഗവും സഹിക്കും. അല്ലെ? ശത്രുക്കൾ ഇല്ലെങ്കിൽ. ഹല്ലേലൂയ. എന്നാൽ ശത്രു ഉണ്ടെങ്കിലോ, ഒരാടിന് ശത്രു ഉണ്ടെങ്കിൽ അധികം കാലം ആടിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ആടിന് വിലക്കുറവാണ്. എന്നാൽ ആ ആടിന് ഒരു ഇടയനുള്ളിടത്തോളം കാലം ആ ആടിന് സംരക്ഷിക്കുവാൻ ഇടയൻ എന്ത് ചെയ്യും? തയ്യാറായ. അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിനെ വെറുക്കുന്ന ലോകം. ഹല്ലേലൂയ. ക്രിസ്തുവിനെ വെറുക്കുന്ന ലോകം അവന്റെ ആടുകളെ എന്ത് ചെയ്യുന്നില്ല? സ്നേഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഈ ലോകം ആദരിക്കത്തില്ല. ഈ ലോകം വെറുക്കുവാൻ തക്കവണ്ണം ഇടയാണ്. ഹല്ലേലൂയ. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് അറിവിൻ. ആമേൻ. എങ്ങനെ? ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെയും എന്ത് ചെയ്യുന്നിരിക്കുന്നു? പകച്ചിരിക്കുന്നു എന്നറിവിൻ. ഹല്ലേലൂയ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ ലോകം, ആമേൻ, എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ എന്ത് ചെയ്യുന്നു? പകയ്ക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഹല്ലേലൂയ. ഭ്രമിക്കരുത്. ഹല്ലേലൂയ. സാത്താനും കൂട്ടരും, ആമേൻ, കടുത്ത വിദ്വേഷത്തോടുകൂടെ, ഹല്ലേലൂയ, തന്നെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാരെ വെറുക്കും, പകയ്ക്കും. ഹല്ലേലൂയ. ശത്രുവായി എഴുന്നേൽക്കും എന്ന് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞ് ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഒറ്റയ്ക്കല്ല, എല്ലാ നാളും ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. എളിയവനും ഇടയനുമായ, ആമേൻ, നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? എളിയവനും, ഹല്ലേലൂയ, താഴ്മയുള്ളവനുമായ ഒരു ഇടയനെ പോലെ കർത്താവ് ഈ ഭൂമിയിൽ ആയിരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യോഹന്നാന്റെ, ആമേൻ, സുവിശേഷം 13-ാം അധ്യായം, ആമേൻ, അതിന്റെ 3 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ, ഹല്ലേലൂയ, നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: പിതാവും സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു, ഹല്ലേലൂയ, ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ, ഹല്ലേലൂയ, ആമേൻ, അതെ, പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും
യേശു അറിഞ്ഞിരിക്കെ, ഹല്ലേലൂയ, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർന്നെടുത്ത് അരയിൽ ചുറ്റി. നോക്കണം, നമ്മുടെ കർത്താവിന്റെ താഴ്മയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. അവര് കർത്താവുമായി ഒന്നിച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർന്നെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഹല്ലേലൂയ. എളിയവനായ, ഹല്ലേലൂയ, താഴ്മയുള്ളവനായ, ഹല്ലേലൂയ, ഇടയനായ നമ്മുടെ കർത്താവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ച്, ആമേൻ, പ്രസംഗിച്ച് കാശുണ്ടാക്കാനുള്ളതല്ല, അത് വായിച്ച് അതും പ്രകാരം ജീവിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഒരു ഇടയ ശുശ്രൂഷകനായി, ആമേൻ, കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുക ദൈവം അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ, കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ, ആമേൻ, നമ്മുടെ കർത്താവ് ഒരു നല്ല ഇടയനായിരുന്നുവെന്നോ, അവൻ താഴ്മയുള്ള ഇടയനായിരുന്നുവെന്നോ, ഹല്ലേലൂയ, ആമേൻ, അവൻ നിഷ്കളങ്കതയുള്ള ഇടയനായിരുന്നുവെന്നോ സത്യവേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അതെ, പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതെ, സ്വർഗത്തിലെ ദൈവം ചില നന്മ കയ്യിൽ തന്നിട്ടുണ്ടോ? ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുവാൻ കൃപാവരങ്ങൾ തന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. നോക്കിക്കേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ കൃപയുള്ള ആരാ ഈ ഉലകത്തിൽ ജനിച്ചിട്ടുള്ളത്? ഹല്ലേലൂയ. ആ കർത്താവ് ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആമേൻ, പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ, ഹല്ലേലൂയ, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർന്നെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഹല്ലേലൂയ, ആമേൻ. യജമാനൻ വരുന്നേരം, ഹല്ലേലൂയ, ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാരാണ് ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, ആമേൻ, ദാസന്മാരായി ജീവിക്കുക. ആരുടെ ദാസന്മാർ? നമുക്ക് വേണ്ടി കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി എന്നെയും നിങ്ങളെയും നീതീകരിക്കുക. ഹല്ലേലൂയ, ആമേൻ. തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദാസന്മാരായി, ഹല്ലേലൂയ, യജമാനൻ വരുന്നേരം, ഹല്ലേലൂയ, ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അവൻ നമുക്കായി മേശയൊരുക്കി പരിശുദ്ധാത്മാവിന്റെ ആ വിലയേറിയ എണ്ണ കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യുന്ന ഒരു നല്ല ഇടയനാണ്, ഒരു നല്ല ദൈവമാണ്. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ കൊള്ളുന്ന ഒരു നല്ല ഇടയനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തെ ഒരു നല്ല ഇടയനായി രുചിച്ചറിയുവാൻ കൃപ ലഭിച്ച ഭക്തൻ എഴുതിയ ആമേൻ 23-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യമാണ് നാം കുറുവാക്യമായി വായിച്ചത്. ഹല്ലേലൂയ. എന്താ വായിച്ചത്? ആമേൻ, എന്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ നീ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞ കവിയുന്നു. ഹല്ലേലൂയ. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു, സകലവും അറിയുന്നു. ഇന്ന് രാത്രി എത്ര പേർ, ഹല്ലേലൂയ, ആ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്? ഹല്ലേലൂയ. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ആത്മനിറവോടെ ദൈവസഭയ്ക്ക് എഴുതിയ ലേഖനത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാ: നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചിരിക്കും, സകലവും അറിയുന്നു. അങ്ങനെ നമുക്ക് എല്ലാത്തിനും മീതെയായാലും ആവശ്യത്തിലധികം, ഹല്ലേലൂയ, ആമേൻ, ഉണ്ടായിരിക്കും എന്ന് കർത്താവിന്റെ മേശയിൽ
ആമേൻ. ഇവിടെ നാം പരസ്പരം കണ്ടുമുട്ടുന്ന ഹല്ലേലൂയ ആമേൻ ആ ദൈവമക്കൾ തമ്മിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പുതിയ നിയമസഭ കൂടി വരുന്നിടത്ത് അവന് വേണ്ടി വിരുന്ന് കഴിക്കുവാൻ, ഹല്ലേലൂയ, അവനെ ആരാധിക്കുവാൻ, അവനെ സ്തുതിക്കുവാനും കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ആമേൻ അതിന്റെ 35-ാം വാക്യത്തിൽ ഇപ്രകാരം അതേ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാള് ദാഹിക്കുകയുമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നവരെ തൃപ്തിയോടെ പറഞ്ഞയക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽ ശുശ്രൂഷിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചൊരു വചനമുണ്ട് ആമോസിന്റെ പുസ്തകത്തിൽ. ഹല്ലേലൂയ. വെള്ളത്തിനായുള്ള ദാഹമല്ല, അപ്പത്തിനായുള്ള വിശപ്പുമല്ല, ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുവാൻ ആമേൻ അത് വിശപ്പുള്ള ഒരു കാലം ജീവിതത്തിന്റെ മുമ്പിൽ വരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ആർത്തിയോടെ ഭക്ഷിക്കുന്ന ഒരു കാലം വരാൻ പോകുകയാണ്. കാരണം സ്വസ്ഥത നഷ്ടപ്പെട്ടു, വേദനകൾ വർദ്ധിച്ചു, ആശങ്കകൾ, അയാചരകമായ അന്തരീക്ഷങ്ങൾ ആമേൻ അതെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. സമാധാനമില്ലാതെ ജനം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ കിട്ടും സമാധാനമെന്ന് അന്വേഷിക്കുന്ന ഒരു കാലം വരാൻ പോകുകയാണ്. അതിന്റെ നടുവിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഓർപ്പിച്ച വചനം ഒന്നും കൂടെ ഞാൻ വായിക്കുന്നു. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്തെന്നാൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുന്നവർക്ക് മാത്രമേ പകരുവാൻ കഴിയത്തുള്ളൂ. അഭിഷക്തനാണോ, വിശ്വാസമുള്ള ഒരു ദൈവവൈതലാണോ, ഈ ദിവസങ്ങളിൽ പ്രാപിക്കുവാൻ ഒരുങ്ങണം. ഹല്ലേലൂയ. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ കാത്തിരിക്കണം. യൗവനക്കാർ ഇടറി വീഴും, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നീ പ്രാപിച്ച ശക്തി പുതുക്കുന്ന, നീ പ്രാപിച്ച അഭിഷേകം ആമേൻ അതിശക്തിയോടെ ഹല്ലേലൂയ അടുത്ത ആത്മമണ്ഡലത്തിലേക്ക് നിന്നെ നയിപ്പാൻ ഉതകുന്ന ഉയരത്തിലെ ശക്തി ഇന്ന് രാത്രി നിന്റെ മേൽ വെളിപ്പെടുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. കാട്ടിൽ കിടന്ന ദാവീദ് നല്ല ഇടയനെ രുചിച്ചറിഞ്ഞിട്ട് വീട്ടിൽ വെച്ച് ശൗമേലിന്റെ കയ്യിലിരുന്ന ആ തൈലക്കൊമ്പിലിരുന്ന തൈലം അവന്റെ ശിരസിന്മേൽ വീണ് അത് താഴേക്ക് ഒഴുകി ആമേൻ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന്റെ നേരെ ചെന്നവൻ പരാജയപ്പെട്ടില്ല. അവന്റെ കയ്യിലിരുന്ന കല്ല് അവന്റെ നെറുകയിൽ പതിച്ച് അവന്റെ ആമേൻ പുറത്തു കയറിയിരുന്ന് മറിഞ്ഞു വീണ് കിടക്കുന്നവന്റെ വാളെടുത്ത് അവന്റെ തലയെ വെട്ടി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദേശത്ത് അവൻ വാദിച്ചു കൊണ്ടിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ വെട്ടിവീഴ്ത്തുവാൻ ഉതകുന്ന ഉയരത്തെ അഭിഷേകത്താൽ അഭിഷേകരെ നിന്നെ അഭിഷേകം ചെയ്ത് ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കി മാനിക്കുന്ന സ്വർഗത്തിന്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നമുക്ക് അനുകൂലമായി ചലിക്കുന്നു. ആമേൻ. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കും. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് വരുന്നത് വരെ ദൈവസഭയ്ക്ക് അനുഷ്ഠിക്കുവാൻ കൊടുത്തിരിക്കുന്ന ഈ ശുശ്രൂഷ അനുഭവിക്കുന്നവരും അതിന് ഭാഗവാക്കാകുന്നവരും അത് പങ്കാളിത്തം വഹിക്കുന്നവരും വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യം എന്താണ്? ആമേൻ. യേശു മാനവരാശിക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. അവരുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. സ്നേഹിത, ഇന്ന് രാത്രി ഹല്ലേലൂയ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ആർക്കും അവകാശമില്ല. നിനക്ക് വേണ്ടി മരിച്ച യേശുവിനെയാണ് അത് ഓർമ്മിക്കുന്നത്. യേശുവിന്റെ മരണം സ്നേഹിത നിന്റെ കഷ്ടതയിൽ നിന്ന്, നിന്റെ വേദനയിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയാണ്. ജനിച്ച നീ ഒരിക്കൽ മരിക്കും. മരിക്കുന്നതിന് മുമ്പ് നീ കാണുന്നില്ലേ, ഒരുപക്ഷെ നിന്റെ ജീവിത പങ്കാളി ഈ തിരുമേശയിൽ നിന്ന് ഭക്ഷിക്കുന്നുണ്ടാവും. നീ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സ്നേഹിത, ആ യാഥാർത്ഥ്യം നീ അറിയാതെ പോകരുത്. യേശു നിനക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാ മരിച്ചത്? നിന്റെ ശാപത്തിൽ നിന്നും, നിന്റെ പാപത്തിൽ നിന്നും, നിന്റെ രോഗത്തിൽ നിന്നും നിന്നെ വീണ്ടെടുക്കുവാനാണ്.
അതുകൊണ്ട് അതിൽ ഒഴിഞ്ഞിരിക്കരുതേ. ആമേൻ. കർത്താവിൽ നിന്ന് പ്രാപിച്ച ആ മകനീയ ശുശ്രൂഷ കർത്താവിന്റെ മടങ്ങി വരവ് വരെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വിളിച്ചറിയിക്കുന്നത് യേശു നിനക്ക് വേണ്ടി മരിച്ചുവെന്ന. അതുകൊണ്ട് ആമേൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ആമേൻ അമ്മമാരുടെ മക്കൾ ഹല്ലേലൂയ വേഗത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ തയ്യാറാകണം. ആ കർത്താവിന്റെ തിരുമേശയിൽ ഭാഗവാക്കാകുവാൻ തയ്യാറാകണം. കർത്താവ് വരാൻ സമയമായി. കുഞ്ഞേ, വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നീ അത് വില കുറച്ച് കണ്ട് സമയം നഷ്ടമാക്കിയാൽ നിത്യത നിനക്ക് നഷ്ടപ്പെടും. നിത്യജീവൻ അവകാശിയാകുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു നിനക്ക് വേണ്ടി മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അത് കണ്ടിട്ടെങ്കിലും ഹല്ലേലൂയ വിശ്വസിച്ച് യേശുവിനെ അംഗീകരിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. അത്യുന്നതനായ ദൈവം അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും നിറഞ്ഞവനാണ്. ഹല്ലേലൂയ. അവന്റെ ചിന്തകളും വഴികളും നമ്മുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അത് സത്യമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്കപ്പുറം ദൈവ ശബ്ദമായി ഇസ്രായേലിന്റെ മധ്യത്തിൽ ദൈവം ഉപയോഗിച്ച അനുഗ്രഹീതനായ അഭിഷക്തന്റെ അധരങ്ങളിലൂടെ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമുണ്ട്. എന്റെ വിധാനങ്ങൾ നിങ്ങളുടെ വിധാനമല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിധാനങ്ങൾ നിങ്ങളുടെ വിധാനങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി വിചാരങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് വിചാരത്തോട് ഒരു മുഴം പോലും കൂട്ടുവാൻ ആർക്കും കഴിയത്തില്ല. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ എല്ലാ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ഉള്ളം കലങ്ങുന്ന, ഉള്ളം തകരുന്ന വിധത്തിലുള്ള വൈരികൾ, നിനക്കെതിരെ തിരമാലകൾ ഉയർന്നു പൊങ്ങുന്ന പോലെയുള്ള വിഷയങ്ങൾ തൊടുത്തുവിട്ട് നിന്നെ അമ്പെ പരാജയപ്പെടുത്തുവാൻ നോക്കുമ്പോൾ നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അവന്റെ വിചാരത്തിന്റെ റിസൾട്ടാണ് ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാനിടയായി തീർന്നത്. സ്നേഹിത, താങ്കൾക്ക് വേണ്ടിയാണ്. താങ്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമായി അതെ നീ വിചാരിച്ചിട്ട് വിചാരം പോലെ മുമ്പോട്ട് പോകുവാൻ കഴിയാതെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ ആ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ നിനക്ക് വേണ്ടി വിചാരപ്പെട്ട് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നിന്നെ കുറിച്ച് വിചാരിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. തങ്ങൾക്കെതിരെ പാപം ചെയ്യുന്നവരെ ഹല്ലേലൂയ ക്ഷമിക്കുന്നത്. ഹല്ലേലൂയ. വീണുപോയ മനുഷ്യരെ പോലെയല്ല. അവരുടെ ചിന്തകൾ മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്നതിൽ എന്ത് ആനന്ദിക്കുന്നില്ല. കൂട്ടുകാരനോ നാട്ടിലെ ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് അകപ്പെട്ടു പോയാൽ അവൻ അങ്ങനെ വേണമെന്ന് പറയുന്നവനാ മനുഷ്യൻ. വേണമെങ്കിൽ അവന്റെ ആ വീഴ്ചയുടെ പുറത്ത് ഒരു കല്ലൂടെ വെച്ച് അവൻ ഒരിക്കലും പൊങ്ങരുതെന്ന് ചിന്തിക്കുന്നവരാ മനുഷ്യൻ. ഹല്ലേലൂയ. എന്നാൽ പിതാവായ ദൈവം സ്നേഹിത നീ വീണ് കിടക്കുന്നത് കണ്ടപ്പോ ആമേൻ നിന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ അഭിഷേകം ചെയ്യുവാൻ ആമേൻ താഴ്മയുള്ളവരായി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ പ്രസംഗവേദിയിൽ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. അതേ പുരം, സ്വർഗം, ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ പുരോഹിതനെന്ന് അർഹനായി വിളിക്കപ്പെട്ട് ആമേൻ സമൂഹത്തിൽ മാന്യനായി ജീവിക്കുവാൻ വേർതിരിക്കപ്പെട്ടവൻ ഒരിക്കൽ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയ മനുഷ്യൻ കള്ളന്മാരുടെ ആപത്തിൽപ്പെട്ട് അർദ്ധപ്രാണനായി കിടക്കുന്നത് കണ്ടപ്പോ പുരോഹിതൻ, പുരം, സ്വർഗം, ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ പുരോഹിതൻ അതുവഴി വന്നിട്ട് മാറിപ്പോയെന്ന്. കാരണം അവന്റെ കയ്യിലിരിക്കുന്ന പ്രമാണം അവൻ ചത്ത ശവത്തെ തൊട്ട അശുദ്ധനാകുന്നു. ഹല്ലേലൂയ. അടുത്ത പുറകെ വരുന്നു ലേവി. ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോ മാറി നിന്നവൻ ഹല്ലേലൂയ വരുന്നു. അവനും മാറിപ്പോയി കേട്ടോ. എന്നാൽ ഒരു നല്ല ശമരിയൻ അതുവഴി വന്നു. അവൻ സഞ്ചരിച്ചത് ഇന്നോവയിലല്ല, ബെൻസിലല്ല, ഫോർഡിലല്ല, പിന്നെ അതിനപ്പുറത്തെ പേര് എനിക്ക് അറിയത്തില്ല. ആമേൻ. ഒരു കഴുതക്കുട്ടിയുടെ മേളിലാ കേറി വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവൻ ദൂരേന്ന് കണ്ടു അർദ്ധപ്രാണനായി കിടക്കുന്ന ഒരുവനെ.
ഇന്ന് രാത്രി സ്നേഹിത, നിന്നെ കണ്ടിട്ട് പലരും മാറിപ്പോയി, നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. എന്നാൽ ഒരു നല്ല ശമരിയായ ആമേൻ, അതെ, വീഞ്ഞും എണ്ണയുമാ ഹല്ലേലൂയ നിന്റെ അരികിൽ വന്നിട്ടുണ്ട്. അവൻ നിന്റെ മുറിവുകളെ കെട്ടുന്നവനാണ്, അവൻ നിന്റെ മുറിവുകളെ പൊറുപ്പിക്കുന്നവനാണ്. അവന്റെ വാഹനത്തിൽ കയറ്റി ഹല്ലേലൂയ അവൻ പറഞ്ഞിട്ട് പോയി, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വന്നിട്ട് തന്നുകൊള്ളാം. ഹല്ലേലൂയ മടങ്ങി വരാമെന്ന് വാക്ക് പറഞ്ഞ നല്ല ഇടയനാകുന്ന ക്രിസ്തു ഹല്ലേലൂയ ഇവിടെ ദൈവസഭയ്ക്കകത്ത് ആമേൻ നിന്നെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കാണുന്ന ലോക്കൽ സഭയുടെ കാര്യമല്ല പറഞ്ഞ്, ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച അംഗമായി ജീവിക്കുവാൻ സ്വർഗം നിനക്ക് കൃപ നൽകിയെങ്കിൽ ഹല്ലേലൂയ ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും. ഹല്ലേലൂയ കർത്താവേ സംഗ്രഹിച്ചു അവിടെ നാവുകളെ ചിന്തിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ യഹോവ വലിയവനും അത്യന്തം സുസ്ഥിരമാകുന്നു, അവന്റെ മഹിമ അഗോചരമത്രേ. നമ്മുടെ ചുറ്റുപാട് ഒന്ന് കണ്ണോടിച്ച് എന്തൊക്കെയാ കണ്ടുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവിടെ ആഴവേ. അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. ഹല്ലേലൂയ കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആരാ? അവന് മന്ത്രിയായിരുന്നവൻ ആരാ? അവന് വല്ലതും മുമ്പ് കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആരാ? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം. ആമേൻ. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഹല്ലേലൂയ നമ്മുടെ ചിന്തകൾക്ക് ദൈവം സൃഷ്ടിച്ചതല്ല ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ കാരണം അത്രമാത്രം ആഴം ദൈവം സൃഷ്ടിച്ച ഓരോ സൃഷ്ടിപ്പിലും ഉണ്ട്. ഹല്ലേലൂയ മനുഷ്യന്റെ പരിമിതിയുള്ള ബുദ്ധി കൊണ്ട് അതിന്റെ ആഴത്തെ ഗ്രഹിക്കുവാൻ പറ്റത്തില്ല, അവന്റെ വഴിയെ ചിന്തിക്കുവാൻ പറ്റത്തില്ല. ആമേൻ. യശയ്യാവിന്റെ കാലത്ത് ഹല്ലേലൂയ അവന്റെ പ്രവചനത്തിലൂടെ അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യൻ കേൾക്കത്തക്ക വിധത്തിൽ ദൈവം വെളിപ്പെടുത്തി. ഹല്ലേലൂയ ആമേൻ. ദൈവത്താൽ പ്രചോദനം ഉൾക്കൊണ്ട് അവന്റെ ചിന്തകളോടും പദ്ധതികളോടും കൂടി ആമേൻ ഹല്ലേലൂയ ജനത്തെ ഉയർത്തുവാൻ പദ്ധതി ആവിഷ്കരിക്കുന്ന ദൈവത്തിന്റെ പ്ലാനിനെ കുറിച്ച് ഹല്ലേലൂയ ഒന്നും കൂടെ പറഞ്ഞാൽ ലോകരക്ഷകനായ യേശു ക്രിസ്തു ജനിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് അക്കാലത്ത് ജനത്തിന്റെ കാതിൽ മുഴങ്ങത്തക്ക വിധത്തിൽ പ്രവചിക്കുവാൻ കൃപ ലഭിച്ചവനാണ് യശയ്യാവ്. ഹല്ലേലൂയ ആമേൻ. ശത്രുക്കൾക്ക് സാക്ഷികളാകുമെന്ന് ഹല്ലേലൂയ ആർക്കാണ് ചിന്തിക്കുവാൻ കഴിയുക? ഹല്ലേലൂയ അത്തരമൊരു ആമേൻ രംഗം നമ്മുടെ ശത്രുക്കളെ ആമേൻ വിസ്മയിപ്പിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ എനിക്കോ നിങ്ങൾക്കോ പറ്റത്തില്ല. ആമേൻ. ശത്രുക്കൾ വിസ്മയിക്കത്തക്ക വിധത്തിൽ. അതുകൊണ്ടല്ലേ ഇവർ പഠിപ്പില്ലാത്തവരും ഇവർ ആമേൻ സാമാന്യമെന്ന് കണ്ട ജനം ആശ്ചര്യപ്പെട്ട ഇവർ കർത്താവിനോട് കൂടെയുള്ളവരെന്ന് പറയത്തക്ക വിധത്തിൽ പ്രവൃത്തിയും വലിയവനായ ദൈവത്തിന്റെ കരം ചലിപ്പാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ പിശാചും അവന്റെ ഇരുട്ടിന്റെ കൂട്ടവും ഹല്ലേലൂയ ഈ ലോകത്ത് കൊടികുത്തി വാഴുന്നിടത്തോളം കാലം ഹല്ലേലൂയ ദൈവമക്കൾക്ക് എപ്പോഴും ശത്രുക്കൾ ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. ഹല്ലേലൂയ ആമേൻ. നമ്മെ എതിർക്കാൻ മനുഷ്യ ശത്രുക്കളെ വളർത്തുന്നതിനുള്ള ഉത്തരവാദിത്വം അക്കൂട്ടർക്കാണ്. ഹല്ലേലൂയ അവർ ചില മനുഷ്യരെ കൂട്ടുപിടിക്കും, ചില മൃഗങ്ങളെ കൂട്ടുപിടിക്കും, ആമേൻ ചില വസ്തുതകളെ കൂട്ടുപിടിക്കും. ആര്? ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ. അവരൊന്നിച്ചുകൂടി ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾക്കെതിരെ ശക്തമായി വൈരിയായി പ്രബലപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ ആമേൻ. നമ്മുടെ ശത്രുക്കളുടെ സാന്നിധ്യത്തിൽ ദൈവം ചലിക്കപ്പെടുന്നില്ലെന്ന് ആമേൻ. ഹല്ലേലൂയ നമ്മുടെ ശത്രുക്കളുടെ സാന്നിധ്യത്താൽ ദൈവം ചലിക്കപ്പെടുന്നില്ലെന്ന് നാം പ്രാരംഭത്തിൽ വായിച്ച തിരുവെഴുത്ത് വളരെ വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ അതിനാൽ അവരുടെ സാന്നിധ്യത്തിൽ അവൻ നമുക്കായി ഒരു മേശ എന്ത് ചെയ്യാണ്? ഒരുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ കൂട്ടം കൂടി നമ്മുടെ തകർച്ച കാണാൻ കച്ചകെട്ടി നിൽക്കുമ്പം അവരുടെ പക്ഷം നിന്ന് നമ്മെ മറന്നു കളയുന്ന ഒരു ദൈവമല്ല നാം ആരാധിക്കുന്ന നല്ല ഇടയനായ ക്രിസ്തു. ഹല്ലേലൂയ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവന വെച്ചു കൊടുക്കുന്നവൻ.
ഹല്ലേലൂയ. നോക്കണേ, ശത്രു വൈരി ചീറിയടുക്കുമ്പോ ഹല്ലേലൂയ, നമ്മുടെ മുമ്പിൽ നിന്ന് അവന്റെ ജീവൻ പോയാലും പൊക്കോട്ടെ, നമ്മളെ രക്ഷിക്കുവാൻ അവൻ തയ്യാറാകുക. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കും. അതുകൊണ്ട് മഹാമാരി ലോകം മുഴുവൻ അനേകരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പകർച്ചവ്യാധികൾ, കടഭാരങ്ങൾ, ആമേൻ, സാമ്പത്തികമായ മാന്യം, ഹല്ലേലൂയ, അങ്ങനെ വിവിധമാകുന്ന വിഷയങ്ങൾ അനേകരെ തളർത്തി ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രക്ഷയായി പരിചയായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം, ഒരു നല്ല ഇടയനാകുന്ന ക്രിസ്തു നമുക്കുണ്ട്. ഉറപ്പുള്ളവർ, ധൈര്യമുള്ളവർ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, ശത്രുക്കളുടെ മുമ്പിൽ ഭയപ്പെടാതെ കണ്ട്, ഭീരുവാകാതെ കണ്ട്, ഹല്ലേലൂയ, ജീവിക്കുവാൻ ആമേൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ശത്രുക്കളും, ഹല്ലേലൂയ, അതെ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള വൈരികളും ആമേൻ നിങ്ങളുടെ തകർച്ച കാണുവാൻ നോക്കി നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ മേശയൊരുക്കുന്ന, വിരുന്നൊരുക്കുന്ന ഒരു നല്ല ഇടയൻ. ഹല്ലേലൂയ. ദാവീദിനെ അഭിഷേകം ചെയ്യുകയും ഇസ്രായേലിന്റെ രാജാവായി തന്റെ എല്ലാ സഹോദരന്മാരുടെ മുമ്പാകെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അവർ അവനെ എതിർത്തു. അവൻ ദാവീദിനു വേണ്ടി ചെയ്തതുപോലെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാവേ, ഈ പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന ഈ വെല്ലുവിളിയുടെ നടുവിൽ ആമേൻ, ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവ് പിതാവിന്റെ വലതുഭാഗെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെ ശത്രുക്കൾ ജയാളിയാകാതെ ആമേൻ അവരുടെ മുമ്പാകെ വിരുന്നൊരുക്കി. ശത്രുക്കൾ അമ്പെ പരാജയപ്പെട്ടു. അവനെ സേവിക്കുന്നവർ ജയാളിയാകുവാൻ ഉതകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ആത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ കൊതിക്കുന്നവർ കണ്ണുകളടച്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ, അങ്ങയുടെ നാമമഹത്വത്തിന് ഉതകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, മഹത്വം വെളിപ്പെടുത്തക്ക വിധത്തിൽ സാക്ഷികളായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ. സകല നാമത്തിനു മേലായ നാമം യേശു എന്ന നാമമാകയാൽ ആ നാമത്തെ ഉയർത്തിയ പിതാവ് ഇന്ന് രാത്രി ചില വ്യക്തികളെ, ചില കുടുംബങ്ങളെ, തലമുറകളെ അവരുടെ ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കി മാനിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും മാറും. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. പാപികൾ മനം തിരിയും. പിന്മാറ്റക്കാർ മടങ്ങി വരും. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കും. നിരാശകൾ മാറട്ടെ, ആകുലതകൾ മാറട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി ഇന്ന് രാത്രി ഇല്ലായ്മ ഞങ്ങളോടൊപ്പമായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നാമം ചൊല്ലിയാണെങ്കിൽ അടിങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവ്. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ അക്കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. നിങ്ങൾക്ക് ഇന്നത്തെ മെസ്സേജ് അനുഗ്രഹമായിരുന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് കൂടെ പറപ്പിന് മാതാപിതാക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ 9744703489 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ യൂട്യൂബ് ഇതുവരെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് സെർച്ച് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്.